90% ആളുകളും ഇതിൻ്റെ അമിതമായ ഉപയോഗം കാരണം രോഗബാധിതരാണ്, ഞാനുൾപ്പെടെ. സിഗരറ്റ് വലി ആരെങ്കിലും നിർത്തിയോ? മദ്യപാനം ആരെങ്കിലും നിർത്തിയോ? ഈ സ്റ്റിക്കറിൻ്റെ കാശിയിൽ പോകുന്ന കമ്പനിക്ക് പ്രത്യേകിച്ച് വില ഗുണമുണ്ടായിട്ടുണ്ട്. പുകയിലേക്ക് സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജിലേബിയും സമൂസയും ഒക്കെ ഉണ്ടാക്കുമെന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് വിൽക്കുന്ന കടകൾ ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ളൊരു ബോർഡ് അതിന് മുൻപിൽ വെക്കണമെന്നുള്ളതാണ്. എന്തായാലും പൊതുജനത്തിന് എന്താണ് ആ വിഷയത്തിൽ പറയാനും പ്രതികരിക്കാനും ഉള്ളതെന്ന് കേൾക്കാം. കഴിക്കേണ്ട വസ്തുവാണ്, പിന്നെ കൂടുതലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതനുസരിച്ച് ഷുഗറിൻ്റെ അളവും ഇത് കുറയ്ക്കാൻ പറ്റും. ജനങ്ങൾക്ക് ജീവിക്കണം, അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യണം. ഏത് സർക്കാർ ചെയ്താലും കഴിക്കേണ്ടവർ കഴിക്കും, കഴിക്കാത്തവർ കഴിക്കില്ല. സിഗരറ്റ് വലി ആരെങ്കിലും നിർത്തിയോ? മദ്യപാനം ആരെങ്കിലും നിർത്തിയോ? ഈ സ്റ്റിക്കറിൻ്റെ കാശിയിൽ പോകുന്ന കമ്പനിക്ക് പ്രത്യേകിച്ച് വില ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ ഈ സമൂസയൊക്കെ വെക്കുന്നവരോ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാവപ്പെട്ടവരും ചായ കുടിക്കുമ്പോൾ ഒരു സമൂസയോ ബജ്ജയോ മേടിച്ച് കഴിക്കും. ഇത് എഴുതി ഒട്ടിച്ചവനും മേടിച്ച് കഴിക്കും. പിന്നെ എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? അല്ലാണ്ട് സമൂഹത്തിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വയറ്റിത്തടിക്കുക എന്നാണ് ഞാൻ പറയുക. ഭക്ഷണം വേണമെങ്കിൽ കഴിക്കില്ല, അല്ല അളവെല്ലാം വേണം, അളവ് വേണം, വില വിവരം വേണം. ജിലേബിൻ്റെ ഇട്ട് നിർത്തലാക്കുന്നതിന് വരെ പഞ്ചസാര നിർത്തലാക്കിയാൽ പോരെ. പഞ്ചസാര ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പല വ്യവസായത്തിനും പല കാര്യങ്ങൾക്കും എന്ത് വേണം? പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാര നിർത്തുന്നതാണ് നല്ലത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഒരു 90% ആളുകളും ഇതിൻ്റെ അമിതമായ ഉപയോഗം കാരണം രോഗബാധിതരാണ്, ഞാനുൾപ്പെടെ. ജനീയ സമയത്ത് നിർത്തുന്നുണ്ട്, അതായത് സാധാരണക്കാരൻ്റെ ജോലി നല്ലതുള്ളത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവർ ജിലേബി സമോസ നിർത്തില്ല. അവിടെ നിർത്തിയാൽ കൊള്ളാം, എല്ലായിടത്തും നിർത്തിയാൽ കൊള്ളാം. ഇതിവിടെ മാത്രമായിട്ട് നിർത്തരുത്, എല്ലായിടത്തും നിർത്തണം. നിർത്തലാക്കണമെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും നിർത്തലാക്കണം. വിൽക്കാതിരുന്നാളിൽ കഴിക്കില്ല, വിറ്റാൽ കഴിക്കും. അല്ല അത് പ്രായോഗികമായിട്ട് നടക്കാവില്ല. ആഹാരത്തിൽ നടക്കാൻ പറ്റും, പുകവലിക്ക് നടക്കും, ഇത് ആഹാരത്തിൽ വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ആയിരിക്കണം, നടക്കില്ല. അപ്പോൾ സിഗരറ്റ് മാനുഫാക്ചർ ചെയ്യുന്നാൽ നടക്കില്ല, കോടിക്കണക്കിന് എക്സൈസ് കിട്ടുകയല്ലേ. സിഗരറ്റ് മാനുഫാക്ചർ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, അതങ്ങനെ നിർത്തിയാൽ മതിയല്ലോ. എന്തായാലും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം കഥയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.